സോറി. അൾട്രാ ലൈറ്റില് ഫസ്റ്റ് വരാല് ഇതുണ്ടോ റോഡിക്കുന്നുണ്ടോ? രണ്ടാമത്തെ വരാല് അൾട്രാ ലൈറ്റില് നെക്സ്റ്റ് ഇവർ എടുത്തിട്ടുണ്ട്. നമ്മുടെ മൂന്നാമത്തെ കയറിയില്ല, കയറുമില്ലെന്ന് അറിയത്തില്ല. അടിച്ച് അങ്ങനെ അൾട്രാ ലൈറ്റിൽ നെക്സ്റ്റ് വീണാണ് നമ്മുടെ നാലാമത്തെ വരാല്. ഇച്ചിരി ഹെവിയാ. ഫ്രണ്ട്സ് കണ്ട നമ്മൾ ഹെവി അടിപൊളി ഒരു ഫിഷിങ് കഴിഞ്ഞിട്ട് വരുവാണ്. അതും അൾട്രാലൈറ്റ് കൊണ്ട് കേട്ടോ. അൾട്രാലൈറ്റ് കൊണ്ട് സൂപ്പർ ഒരു ഫിഷിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഫിഷിങ് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കിടുക്കം വീഡിയോ ആണ്, ഒരു രക്ഷയില്ലാത്ത മപ്പ് വീഡിയോ ആണ്. നമ്മുടെ അൾട്രാലൈറ്റ് സ്റ്റിക്ക് വെച്ചും അൾട്രാലൈറ്റ് റീല് വെച്ചുമാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. അതുപോലെ തന്നെ അൾട്രാലൈറ്റ് ലൈന് വെച്ചാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടിട്ടോ, അതിൽ കിടുക്കം വീഡിയോ ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരെ വീഡിയോയിലിട്ട് കേട്ടോ. വോയിസ് ഉണ്ട്. നമ്മൾ അൾട്രാലൈറ്റ് നമ്മുടെ ബ്രാവോടെ അൾട്രാലൈറ്റ് സ്റ്റിക്ക് കൊണ്ട് നമ്മൾ വരാല് പിടിക്കാൻ വന്നിട്ടാണ്. വരാല്, ചെറുമീൻ എല്ലാവരും ഇതും കൊണ്ട് പരലും അത് ഇതൊക്കെ പിടിക്കുന്നത്. നമുക്ക് ഈ സാധനം വെച്ചിട്ട് വരാല്, ചെറിയ ചെറുമീൻ കിട്ടും നോക്കാം. ഓക്കെ, മീനൊക്കെ ഉള്ള സ്പോട്ടാണ് ഇത്. അത് മാത്രമല്ല അൾട്രാലൈറ്റ് ലൈൻ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അൾട്രാലൈറ്റ് ലൈൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൊച്ചു ലൈനാണ്. അതായത് ലൈൻ്റെ കപ്പാസിറ്റിയും നമ്മുടെ സ്റ്റിക്കിൻ്റെ കപ്പാസിറ്റിയും എന്നറിയാം മീനടിക്കുവാണെങ്കിൽ. അൾട്രാലൈറ്റിൽ ഫസ്റ്റ് വരാല് ഇതുണ്ടോ റോഡിക്കുന്നുണ്ടോ? ഓനെ സെറ്റ് ഹെവി വരാല്. അത് അൾട്രാലൈറ്റിലാണ്. അൾട്രാലൈറ്റിൽ ബ്രാവോടെ അൾട്രാലൈറ്റിൽ ലൂർ കാസ്റ്റ് ചെയ്ത് ഫ്രോ കാസ്റ്റ് ചെയ്ത് ഹെവി വരാല് സെറ്റ്. ഞാൻ ലീഡർ ലൈൻ ഇട്ടിട്ടില്ല, അതിൻ്റെ ഒരു ചെറിയ ഇതുണ്ടാ. നല്ല സെറ്റ് കിടുക്കാച്ചി വരാല്. റോണ നോക്ക്, ഒരു 1/2 കിലോ സൈസുള്ളത് വരാല് കേട്ടോ. ഇതുണ്ട റോഡില് ലിഫ്റ്റ് ചെയ്തേക്കാണ് കേട്ടോ. റോഡ് ലിഫ്റ്റ് നിർത്തിയേക്കാണ്. 1/2 കിലോ സൈസ് വരാല് കേട്ടോ. കാണിച്ചു തരാം. അതുപോലെ തന്നെ ബ്രാവോടെ ലൈന്, അൾട്രാലൈറ്റ് ലൈൻ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. ഞങ്ങൾ അതിലാണ് ഇവനെ തൂക്കിയത്. കാണിച്ചു തരാം ഗൈസ്. ഇതുണ്ട് അൾട്രാലൈറ്റ് കയറിയ സാധനമാണ്. എൻ്റെ പൊന്നെ, ഒരു 1/2 കിലോ സൈസ് വരാല് ഇട്ടേക്കുന്ന ഫ്രോ ഞാൻ കാണിച്ചു തരാം. ഞാനൊരു മണ്ടത്തരം കാണിച്ചു. എന്താ പറ്റുന്നറിയാം, ഞാൻ ലീഡർ ലൈൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം മറന്നുപോയി, ലീഡർ ലൈൻ ഇടുന്ന കാര്യം മറന്നുപോയി. ഭാഗ്യത്തിന് കറക്റ്റ് ഫ്രോഗിൻ്റെ ആ സിവിലിൻ്റെ തൊട്ട് ഫ്രണ്ട് ബാക്കിലായിട്ടാണ് കടി വീണേക്കുന്നത് കേട്ടോ. ലൈനൊക്കെ അറിയാവുന്ന ലൈൻ പൊട്ടിപ്പോയേനെ. പക്ഷെ എങ്കിലും നല്ല ലൈൻ കപ്പാസിറ്റി ഉള്ള ഹെവി സാധനം കേട്ടോ. നല്ല ചിമിട്ടം വരാല്, ഒന്നും പറയാനില്ല. വിയറ്റ്നാമാണോ വോയിസാണ്. ഹുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രാവോടെ ബേബി ക്രോസിൽ അടിച്ചേക്കുന്നുണ്ടോ ഫ്രോഗ്. അൾട്രാലൈറ്റ് സ്റ്റിക്കൊക്കെ കയറിയ സാധനം കേട്ടോ. നല്ല 1/2 കിലോ സൈസുള്ള ഹെവി ഒരു വരാല്. ഇതുണ്ടോ ഇത്ര നീളമുണ്ട്, അതായത് എൻ്റെ കൈമുട്ടിൻ്റെ അത്ര നീളമുണ്ട് കേട്ടോ വരാലിന്. സൈസ് വരാല് അൾട്രാലൈറ്റ് സ്റ്റിക്ക്. ഇതുണ്ട സ്റ്റിക്കിൻ്റെ കണ്ട ഇതൊക്കെ കാണാമോ, ഇത്രയുണ്ട് വരാല് കണ്ട. അതായത് ആ നമ്മുടെ ഗ്രിപ്പിൻ്റെ അവിടുന്ന് സ്റ്റിക്കിൻ്റെ നെയിം എഴുതിയേക്കുന്നിടത്ത് വരെയുണ്ട് കേട്ടോ. ഹെവി വരാല്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ബ്രാവോടെ അൾട്രാലൈറ്റ് ലൈൻ്റെ കപ്പാസിറ്റി നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ചണ്ടിക്കകത്ത് നിന്നാണ് അവനെ പിടിച്ച് കയറ്റിയത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുള്ള്, അതായത് സ്റ്റിക്കിൻ്റെയും ഈ ബ്രൈഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അൾട്രാലൈറ്റിലും വരാനെ പിടിക്കാം. അതായത് സ്റ്റിക്ക് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. സ്റ്റിക്ക് നമുക്ക് വിശ്വസിച്ച് സ്റ്റിക്ക് എടുക്കാം.
ഇപ്പം ഒടിഞ്ഞു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരു കാരണവശാലും സംഭവിക്കത്തില്ല. സ്റ്റിക്കിൻ്റെ ബ്രൈഡിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല കേട്ടോ, അപ്പാണ്. ഫോളോ 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 ഒരു ചെറിയൊരു ഫോളോ കിട്ടി കേട്ടോ. ഫോളോയാണെന്നാണ് തോന്നുന്നത്. ഒന്ന് ട്രൈ ചെയ്തതാ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കണ്ട അവിടുന്ന് ഒരു ഫോളോ കിട്ടി കേട്ടോ. രണ്ടാമത്തെ ആളൊരു രണ്ടാമത്തെ അൾട്രാലൈറ്റ് രണ്ടാമത്തെ ചേറാനാണ് കഴിച്ച്. അങ്ങനെ രണ്ടാമത്തെ സാധനം എന്നാണ്ട് നല്ല കിടുക്കാച്ചി ഐറ്റം എന്നാണ്. നോക്ക്, ചേറാൻ കുഞ്ഞ് ഒരു 3/4 കിലോ. ഇപ്പൊ കിട്ടിയ വരാനുള്ള അത്ര ഉണ്ട് കേട്ടോ. നമ്മുടെ ബ്രാവോടെ അൾട്രാലൈറ്റ് സ്റ്റിക്ക് കണ്ടല്ലോ, ഇതാണ് ഇവൻ്റെ പേര്. ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ മീനാണ് കയറിയേക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൈന് തീരെ തിന്ന് ലൈനാണ് കഴിച്ചത്. ഇത് എങ്ങാണ്ട് ഒരു രക്ഷയില്ലാത്ത സ്റ്റിക്കാണ്, അതുപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത ലൈനുമാണ് കേട്ടോ. പൊളി. നമ്മുടെ ഫ്രോഗ് ആണെങ്കിൽ ബേബി ക്രോസ് കേട്ടോ, ബേബി ക്രോസാണ്. അടിച്ചിരിക്കുന്നുണ്ടാ വിഴുങ്ങി, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീനാണ്. ഞാനും മറ്റേ ഇവിടെ കെട്ടിയിട്ടുണ്ട്. വേണ്ട, നമ്മുടെ രണ്ടാമത്തെ മീനാട്ടോ ഇത്, അൾട്രാലൈറ്റിൽ. എന്തായാലും ഇവനെ കൂടെ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റ് ബോയ്സ്. ഇത് വിട്ടാലും ജീവിക്കത്തില്ല കേട്ടോ, കാരണം എൻ്റെ കണ്ണ് കലങ്ങി ഫുള്ള് ബ്ലഡായി കണ്ണിൽ. കാരണം കണ്ണ് ഫുള്ള് ബ്ലഡ് നിറഞ്ഞു കേട്ടോ. കാരണം ഒരു ഹുക്ക് കയറിയിരിക്കുന്ന കണ്ണിൽ കൂടെ ആയിരുന്നു. രക്ഷയില്ല കേട്ടോ. ഇവനെ കൂടെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അവസാനം നമുക്ക് അൾട്രാലൈറ്റിൽ എന്തോരം വലിയ മീൻ കിട്ടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മീൻ പോയിട്ടില്ല, വലിച്ചു പറിച്ചെടുക്കുക കേട്ടോ. അൾട്രാലൈറ്റാണ് പൊളിക്കുന്നത്. അൾട്രാലൈറ്റിൽ അടുത്ത വരാല് ഇതാണ്ട് നമ്മുടെ മൂന്നാമത്തെ മീനാട്ടോ ഇത്. എൻ്റെ പിള്ളേരെ ഒരു രക്ഷയില്ല കേട്ടാ. പൈസ കൊടുത്ത മുതലാക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ ഈ സ്റ്റിക്ക്. എൻ്റെ മുത്തുമണികളെ പൊളിച്ച് ബ്രാവോടെ വയസ്സാണ്ട് പ്രോപ്പറായിട്ട് ഹുക്കപ്പ് കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മീനാട്ടോ അൾട്രാലൈറ്റിൽ. ബ്രാവോടെ സ്റ്റിക്കാണ്. പിന്നെ അടുത്തടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാലൈറ്റിലൊക്കെ നമുക്ക് മീൻ പിടിക്കാം, വരാൽ പിടിക്കാം. ബ്രൈഡൊന്ന് വേണമെങ്കിൽ മാറ്റി യൂസ് ചെയ്ത് നോക്കാം. പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ബ്രൈഡിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇപ്പോൾ തന്നെ കണ്ടേ ഒരു കിടുക്കാച്ചി ഒരു 6 പേർക്ക് കൂടി ഒന്ന് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള കറിക്കുള്ള മീൻ പിടിച്ച് കേട്ടോ ഞാൻ. അവിടെ ബ്രാവോടെ ബേബി ക്രോസലാണ് കേട്ടോ. അവനാകുമ്പോൾ റിസൾട്ട് കൂടുതലാണ്, മീൻ അടിക്കും എന്നുള്ളൊരു കൺഫേമാണ്. അതാണ് അവനെ എടുത്തോണ്ട് ഞാൻ ഇറങ്ങിയേ. എന്തായാലും നമുക്ക് ഇവനെ കൂടെ എടുത്തിട്ട് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്നാണെ കൊല്ലി എടുത്തില്ല, ഇവനെ കയറ്റി ഇടുന്നു, കാസ്റ്റ് ചെയ്യുന്നു. ലാസ്റ്റ് കാണിക്കാം ഞാൻ അൾട്രാലൈറ്റിൽ എന്തോരം മീൻ കിട്ടിയെന്ന്. ഓക്കെ ഉണ്ട്, നമ്മുടെ അൾട്രാലൈറ്റിലെ മൂന്നാമത്തെ മീനാണ്. നമ്മളിന്ന് തകർത്ത് വാരും. അങ്ങോട്ടാണ് കെട്ടിയിടാം. മച്ചാന്മാരെ, അൾട്രാലൈറ്റിൽ മൂന്നാമത്തെ മീൻ നമുക്ക് കേട്ടാ. മൂന്നാമത്തെ മീനാണ് കയറിയിരിക്കുന്നത്. ശകലം കൂടെ ഇറങ്ങിയിരിക്കാൻ പറ്റും നോക്കട്ടെ. ഇറങ്ങി നമുക്ക് ആ സൈഡിലോട്ടൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വലിയ സീനില്ലാത്ത ഏരിയയാണ്, അത് വലിയ താഴ്ചയില്ലാത്ത സ്ഥലം കേട്ടോ. ഇച്ചിരി കയറി എന്നറിയാം, അതാകുമ്പോൾ മീനെ പിടിച്ച് കയറ്റാനൊക്കെ ഇച്ചിരി സൗകര്യമാകും നമുക്ക്. ഓക്കെ, അൾട്രാലൈറ്റ് ആണ് കേട്ടോ. അടുത്ത് എന്ത് മീനടിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ കാസ്റ്റ് ചെയ്യാം, അതാകുമ്പോൾ വിഷയമില്ല.
അടിച്ച് അടിച്ച് ഗൈസ് അടിച്ച്. അങ്ങനെ അൾട്രാലൈറ്റിൽ നെക്സ്റ്റ് മീൻ നാണ്ടേ. നമ്മുടെ നാലാമത്തെ വരാല് വരുന്നുണ്ട് ഗൈസ്. നാലാമത്തെ വരാല് ഇതാണ്ട് പൊക്കി എടുത്തിട്ട്. സ്റ്റിക്കിന്റെ പവറുണ്ട്, വലിയ സ്റ്റിക്ക് പിടിക്കുന്ന പോലെയാണ് ഞാൻ അൾട്രാലൈറ്റ് പിടിക്കുന്നത്. നമ്മുടെ നാലാമത്തെ വരാല് കേട്ടോ, ഒന്നും പറയാനില്ല. പൊളി പൊളി പൊളി. എന്നെ പൊന്നെ, എനിക്കാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അൾട്രാലൈറ്റ് സ്റ്റിക്ക്. അതുപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈനാണ് കേട്ടോ. അൾട്രാലൈറ്റ് ലൈനാണ് കേട്ടോ, അന്യായ കപ്പാസിറ്റി, രക്ഷയില്ല. സൈസുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത എടുക്കാൻ പറ്റിയ സൈസ് വരല്ല കേട്ടോ. നാലാമത്തെ വരാല് എന്തായാലും ഇവനെ കൂടെ സെറ്റ് ചെയ്തിട്ടിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാം കേട്ടോ. ബേബി ക്രോസ് മേടിച്ച് കഴിഞ്ഞാൽ മുതലാ. എത്ര മീൻ പിടിച്ചാലും അവനൊരു പ്രശ്നമില്ല. ഞാൻ മീൻ പിടിച്ച് മരിച്ചൊരു ഫ്രോ കേട്ടോ ഗൈസ്. അത് ഇച്ചിരി ഇറങ്ങിയിരിക്കുക, അതാകുമ്പോൾ ഒത്തിരി എഫേർട്ട് കൊടുക്കാതെ നമുക്ക് മീൻ പിടിച്ച് തരാം കേട്ടോ. കാരണം നമ്മൾ ലീഡറിനെ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ മാക്സിമം പെട്ടെന്ന് കരയ്ക്ക് വലിച്ച് കയറ്റണം മീനെയൊക്കെ. ഫ്രണ്ട്സ്, വേറൊരു കുഴപ്പമുണ്ട്, നമ്മുടെ ഫോൺ ഹീറ്റായി കഴിഞ്ഞാൽ കറക്റ്റ് വിഷ്വൽ കിട്ടത്തില്ല. എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ്. ഇച്ചിരി ഹെവിയായി. മോനെ സ്റ്റിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ മീനും കയറിയിട്ട്. അഞ്ചാമത്തെ മീന് സൈസം വരാല്. പൊളി പൊളി പൊളി. പെട്ടെന്ന് ഹുക്കപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവം അറിയാം, നമ്മുടെ ലൈനെ കയറിയന്മാരടിക്കും. അപ്പോൾ പിന്നെ കിട്ടത്തില്ല. നല്ല ഡീസൻറ്റ് സൈസ് വരാല് കേട്ടാ, നല്ല ഡീസൻറ്റ് സൈസ് വരാല്. അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ മീൻ കയറിയിട്ടുണ്ട്. അൾട്രാലൈറ്റ് ഇല്ല, അഞ്ചാമത്തെ മീൻ അൾട്രാലൈറ്റ് ലൈന്. എന്താണ് ഗായ്സ്, എന്താണ് ഈ ബ്രാവോക്കാർ കാണിച്ചു വെച്ചിരിക്കുന്നത്? വേണ്ടേ, നമ്മുടെ 4 മീനും ഇപ്പം പിടിച്ച അഞ്ചാമത്തെ വരാലും. ഒരു രക്ഷയില്ലല്ലോ, അന്യ ഫിഷിങ് അല്ലേ. ഇതാണ് ഫീൽ ചെയ്ത് എൻജോയ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിക്കുന്ന ഒരു ഫീലാട്ടോ അത് അൾട്രാലൈറ്റിൽ. മറ്റേന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹുക്കപ്പ് കൊടുക്കുമ്പോൾ മീനിങ് തെറിച്ച് പോരും. ഇതെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഹുക്കായി കഴിഞ്ഞിട്ട് മീൻ അവിടെ കിടന്നൊരു കളിയുണ്ട്. നമ്മുടെ ബേബി ക്രോസ് ഇരിക്കുന്നുണ്ടേ, എന്നാ നൈസ് ഹുക്കാടാ, ഒന്നും പറയില്ല. നല്ല നാടൻ വരാല് ചേട്ടാ, നല്ല നാടൻ വരാല്. അതുപോലെ തന്നെ നല്ല നീണ്ടിരിക്കുന്ന വരാല് ചേട്ടാ. ഇവിടെ ചണ്ടിയുടെ ഫ്രണ്ടിൽ വന്നുണ്ടെന്ന് തോന്നുന്നു. പോയടാ, ഇല്ല ഞാൻ പറഞ്ഞില്ലേ ചണ്ടിയുടെ ഫ്രണ്ടിൽ വന്നുണ്ടെന്ന്.
വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരെണ്ണം ഉണ്ടോ. ഈ ചണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചുണ്ട് കേട്ടോ. അതിനാണ് ചിലപ്പോൾ അടിക്കും. അടിക്കും. മിസ്സായി ഗൈസ്, മിസ്സായി. മിസ്സായിപ്പോയി. ഇപ്പോൾ കഴിച്ചാണ്ടേ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അൾട്രാലൈറ്റിൽ നമ്മളൊരു 5 വരാൽ കയറിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല സൈസ് 5 വരാൽ. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എത്ര മീൻ കയറുമെന്ന്. കാരണം അൾട്രാലൈറ്റ് ബ്രൈഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ലീഡർ ലൈൻ ഇട്ടിട്ടില്ല. നമ്മുടെ ബേബി ക്രോസ് ഇട്ടാണ് കാസ്റ്റ് ചെയ്തത് കേട്ടോ. ഞാൻ വിചാരിച്ചു എൻ്റെ ബേബി ക്രോസൊക്കെ പൊട്ടി പോകുമായിരിക്കും. പക്ഷേ ഭാഗ്യത്തിന് മീൻ കയറി. കണ്ട ആ സൈസ് കുറച്ച് വരാലും ചെറിയൊരു ചേറാനുണ്ട്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നല്ല പവർ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.